जनगौरंगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिय वाचा कल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्णा हरे 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 राम राम हरे हरे। कूजन्तं राम रामेरि मधुरं मधुराक्षरम् आरुह्य कविता शाखां वन्दे वाल्मीकि कोकिलम् आपादमदहर्तारं दातारं सर्वसम्पदाम् भोगाभिरामं श्रीरामं भूयो भूयो नमाम्यहम्। रामाय रामचन्द्राय रामभद्राय वेदसे रघुनाथाय नाथाय सीताय पदये नमः। कामाम्भोजनिभं सरासनमिलप्रोदितकराम्भोरुहं सीता लक्ष्मण सेवितं कविवरैः यक्षोगमैच्छावृतम्। देव ब्रह्म भवादिभिर्बहुविधैः स्तोत्रैश्च संसेवितम्। रामं व्यासधूमकेतुमनिशम् वन्दे दशस्यान्तकम्। कर्णाञ्जलि सम्बुडैरहर सम्यक् पिबत्यादराम् वाल्मीकि मदनविन्दगिरिजं रामायणाख्यं मधुं जन्मव्याधिजरा विभक्तिमरणैरत्यन्तसो भद्रवम् संसारं सविहाय गच्छति पुमान् विष्णो पदं शाश्वतम्। तदुपगत समासंधियोगं समं मधुरोपनतार्थवाक्यबद्धम्। रघुवरचरितं मुनिप्रणीतं दशशिरसच्छवदं निश्रामयध्वम्। वाल्मीकि गिरिसम्भूता रामसागरगामिनी पुनादुर्भुवनं पुण्या रामायण महानदी शोकसारादल समाकीर्णं सर्गकण्डोलसङ्कुलं काण्डग्राममहामीनं वन्दे रामायणार्णवम्। वेदवेद्ये परे पुंसि जाते दशरथात्मजे वेद प्राचेद सदासि साक्षात् रामायणात्मनम्। ഹരേ കൃഷ്ണ. ഇവിടെ ഒരു ഭാഗവത സപ്താഹമൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് കാലമൊന്നും ആയില്ല. എല്ലാവരും അതിന്റെ ആ ഒരു സപ്താഹത്തിന്റെ നിറവിലിരിക്കുന്ന സമയത്താണ് നമ്മുടെ കർക്കിടക മാസം രാമായണ മാസം വന്നു ചേർന്നത്. അപ്പൊ ഈ ഒരു രാമായണ മാസത്തില് സാധാരണയായിട്ട് നമ്മൾ 9 ദിവസം നീണ്ടു നിൽക്കുന്ന രാമായണ നവാഹമായിട്ടാണ് നമ്മൾ രാമായണം ചെയ്തു തീർക്കാറുള്ളത്. കാര്യം ഭാഗവതത്തില് 18,000 ശ്ലോകങ്ങളുണ്ട്. ഇവിടെ രാമായണത്തിൽ 24,000 ശ്ലോകങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഭാഗവത സപ്താഹം ചെയ്തപ്പോ ഭാഗവതത്തിന്റെ മാഹാത്മ്യം അല്ലെ സ്കന്ദപുരാണത്തിൽ നിന്നും ഗരുഡ പുരാണത്തിൽ നിന്നും എടുത്തിട്ടാണ് നമ്മൾ ഭാഗവതത്തിന്റെ മാഹാത്മ്യം പറഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെ സൂത മഹർഷി ശൗനകാദികൾക്ക് നൈമിഷാരണ്യത്തിൽ വെച്ച് പറഞ്ഞു കൊടുത്ത ഭാഗവത മഹാത്മ്യത്തോടൊപ്പം എന്ത് ചെയ്തു? രാമായണ മഹാത്മ്യം കൂടി പറഞ്ഞു കൊടുത്തു. അപ്പോ ഇതില് സ്കന്ദപുരാണത്തിലെ ഉത്തരകാണ്ഡത്തിലുള്ള 5 അധ്യായങ്ങളിൽ നിന്നാണ് നമ്മൾ രാമായണ മഹാത്മ്യം സൂത മഹർഷി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതിൽ ഒരു അധ്യായം നമ്മൾ വായിച്ചിട്ട് ഓരോ ദിവസം നമുക്ക് ഓരോ അധ്യായങ്ങളായിട്ട് വായിച്ചു തീർക്കാം.
അതിനുശേഷം നമുക്ക് മഹാത്മ്യ പ്രഭാഷണത്തിലേക്ക് പോകാം. അപ്പൊ എല്ലാവരും നമ്മൾ ഇതുവരെ എന്താ പറയാ മലയാള അധ്യാത്മ രാമായണമാണ് എല്ലാവരും വായിക്കാനായിട്ട് പരിശീലിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ വാൽമീകി രാമായണം അല്ലെ, ഏറ്റവും ആധികാരികമായിട്ടുള്ള രാമായണ ഗ്രന്ഥം എന്ന് പറയുന്നത് വാൽമീകി മഹർഷിയുടെ മൂലരാമായണം സംസ്കൃത രാമായണമാണ്. അപ്പോ വായിക്കാനായിട്ടൊക്കെ ചിലപ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും വന്നേക്കാം. പക്ഷേ നമ്മൾ അടുത്ത ഒരു നവാഹമൊക്കെ ആവുന്ന സമയത്ത് എല്ലാവരും സംസ്കൃതത്തിലെ ഓരോ ശ്ലോകമെങ്കിലും ചൊല്ലുവാനായിട്ട് ഇവിടെ നമ്മൾ തയ്യാറെടുക്കുന്നു. അപ്പൊ ആ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മൾ മഹാത്മ്യ ശ്ലോകത്തിലേക്ക് വരുന്നു. ശ്രീമദ് വാൽമീകി രാമായണ മഹാത്മ്യം പ്രഥമോധ്യായ. കലിവൃത്തവർണ്ണനം കലികാലേ മനുഷ്യാണാമുദ്ധരോപായോ രാമായണസ്യ പാഠശ്രവണം ച രാമായണമഹിമാ തശ്രവണായുത്തമകാല ദേവവർണ്ണനം ച. ശ്രീരാമശരണം സമസ്ത ജഗതാം രാമം വിനാ കാര്യതി രാമേണ പ്രതിഹന്യതേ കലിമലം രാമായ കാരുണ്യമം രാമാകൃഷ്യ കാലഭീമഭുജഗോ രാമസ്യ സർവം വശേ രാമേ ഭക്തിരഖണ്ഡിതാ ഭവതു മേ രാമത്വമേവാശ്രയാം. ചിത്രകൂടാലയം രാമമിന്ദിരാനന്ദമന്ദിരം വന്ദേ ച പരമാനന്ദം ഭക്തനാം അഭയപ്രദം. വിഷ്ണു മഹേശാദ്യാം യസ്യാം ശാം ലോകസാധകാം നമാമി ദേവം ചിദ്രൂപം വിശുദ്ധം പരമം ഭജേ. ക്ഷയാമൂജും ഭഗവൻ സർവമാഖ്യാതം യത്പൃഷ്ടം വിദുഷാ ത്വയാം സംസാരപാശബദ്ധാനാം ദുഃഖാനി സമുപഞ്ചാം. ഭഗവൻ സർവമാഖ്യാതം യത്പൃഷ്ടം വിദുഷാ ത്വയാം സംസാരപാശബദ്ധാനാം ദുഃഖാനി ബഹൂനി ചാം. ഏതത് സംസാരപാശസ്യ ചേതകാ കലമാസ്കൃതാ കലോ വേദോക്തമാർഗാ ച നശ്യന്തി യോഗിനാം അധർമ്മനിരതാനാം ച യാതനാ ച പ്രകീർത്തിതാ ഘോരേ കലിയുഗേ പ്രാപ്തേ വേദമാർഗപരിഷ്കൃതേ പാഖണ്ഡത്വം പ്രസിദ്ധം വൈ സർവൈഃ ച പരികീർത്തിതം. ആമാർഗാം പ്രസുദേഹാ ച ലുബ്ധാ അന്യോന്യകൽപനാം കളൗ സർവേ ഭവിഷ്യന്തി ശ്രുത്വായുഃ ബഹുപുത്രകാം. സ്ത്രീയാ സ്വഭൂഷണാ പരാ വേശ്യാ ധർമ്മതത്പരാം പരിവാക്യമനാം ധൃത്യാ സദ്യാന്യാതത്പരാം. ശീലേഷു കരിഷ്യന്തി പുരുഷേഷു സദാ സ്പൃഹാം അസത്വാർത്താ ഭവിഷ്യന്തി പുരുഷേഷു കുലാംഗനാം. പുരുഷാനൃതഭാഷിണ്യോ ദേഹ സംസ്കാരവർജിതാം. വാചാലാച്ഛാ ഭവിഷ്യന്തി കലൗ പ്രായേണ യോഷിതാം ഭിക്ഷവർച്ചാരി മിത്രാദി സ്നേഹ സംബന്ധേന്ദ്രിതാം. അന്നോപാധിനിമിത്തേന ശിഷ്യാം ബന്ധന്തി ലോലുപാം ഉഭാഭ്യാം അഭിമാനിഭ്യാം ശിരകണ്ഠൂയേനം സ്ത്രീയാം. കുർവന്ത്യോ ഗൃഹഭർതൃണാമാജ്ഞാം ദേശന്തി തന്ത്രിതാം പാഖണ്ഡാലാപനിരതാ പാഖണ്ഡജനസംഖിനാം. യഥാ ദ്വിജാ ഭവിഷ്യന്തി തഥാ വൃദ്ധിം ഗതാ കലി. ഘോരേ കലിയുഗേ ബ്രഹ്മൻ ജനാനാം പാപകർമ്മിണാം മനഃശുദ്ധിവിഹീനാനാം നിഷ്കൃതി ച കഥം ഭവേത്. യഥാ ദൃശ്യന്തെ ദേവേശോ ദേവദേവോ ജഗദ്ഗുരു തതോ വദസ്വാ സർവജ്ഞാ സുതധർമ്മകൃതാംബരാം. വദസുതം നിശേഷാ സർവമേതമദ്യശേഷതാം. കസ്യാന്നോ ജായത്തെ തുഷ്ടി സുതാ ത്വദ്ദശജനാമൃതാം. സുത ഉവാച ശ്രീരുദ്ധ്വവിഷയാ സർവേ യജിഷ്ഠാംബോ വദാമ്യഹം ഗീതം സനത്കുമാരായ നാരദേന മഹാത്മനാം. രാമായണം മഹാകാവ്യം സർവവേദേഷു സമ്മതം സർവഭാവപ്രസനം ദുഷ്ടഗ്രഹനിവാരണം ദുസ്വപ്നനാശനം ധന്യം ഭക്തിമുക്തിഫലപ്രദം. രാമചന്ദ്രകഥോപേതം സർവകല്യാണസിദ്ധിം ധർമാർത്ഥകാമമോക്ഷാണാം ഹേതുഭൂതം മഹാഫലം. അപൂർവം പുണ്യഫലം ശൃണുധ്വം സുസമാഹിതാം. മഹാപാതകയുക്തോ വായുക്തോ വാ സർവപാതകൈ ശ്രുതൈദാശം ദിവ്യം ഹി കാവ്യം ശ്രുതിമവാപ്നുയാത്. രാമായണേന വർത്തന്തെ സുതരാം യേ ജഗദ്ധിതാം. തയേവാകൃതാ കൃത്യാ ച സർവശാസ്ത്രാർത്ഥകോവിതാം. ധർമാർത്ഥകാമമോക്ഷാണാം സാധനം ച വിജോതമാം. ശ്രോതവ്യം ച സദാ ഭക്ത്യാ രാമായണ പരാമൃതം.
പുരാർജിതാനി പാപാനി നാശമായന്തി യസ്യ വൈ രാമായണേ മഹാപ്രീതിസ്തസ്യ വൈ ഭവതി ധ്രുവം രാമായണേ വർത്തമാനേ പാപാശേനയന്തി താം അനാദൃത്യ അസംഗാതസക്ത ബുദ്ധി പ്രവർത്തത്തെ രാമായണം നാമ പരം തു കാവ്യം സുപണ്യതം വൈ ശൃണ്വാദിചേത്രാം യസ്മിൻ ജശ്രുതേ ജന്മജാതി വിനാശോ നിത്യദോഷാസനരോച്യുതാസ്യ വരേണ്യം വരദം തു കാവ്യം സംതാരയത്യാശിക സർവലോകം സങ്കൽപ്പിതാഭ്യപ്രദമാദികാവ്യം ശ്രുത്വാ രാമസ്യ പദം പ്രയാതി ബ്രഹ്മേശവിഷ്മാഖ്യ ശരീരഭേദവിഷം സജത്യന്തിസമാദിയച്ചാം തമാദിദേവം പരമം വരേണ്യ മാധവായ ചേതസ്വിനായാദിമുക്തിം യോ നാമജാത്യാദി വികൽപഹീന പരാപരാണ പരമം പരസ്യ വേദാന്തവേദ സ്വരുചാ പ്രകാശം സവീക്ഷ്യതേ സർവപുരാണവേദയേ ഊർജേ മാഘേ സ്ഥിതേ പക്ഷേ ചൈത്രേ ചതിത സപ്തമ खलु श्रोतव्यं रामायण कथामृतम् इत्येवं शृणुयाद्यस्तु श्रीरामचरितं शुभं सर्वान् कामान् वाप्नोति हरेन्द्रामुत्रजोतमं त्रिसप्तकुलसंयुक्ता सर्वपाप विवर्जिता प्रियाति रामभवनं यत्र गत्वा न शोचते चैत्रे माघे कार्तिके चतिथे पक्षे च वाचये नवाहसु महापुण्यं श्रोतव्यं च प्रयत्नदम् रामायणम् आदिकाव्यं स्वर्गमोक्षप्रदायकं तस्मात् घोरे कलियुगे सर्वधर्मबहिष्कृते नवभिर्दिनै श्रोतव्यं रामायण कथामृतम् रामनाम पराये घोरे कलियुगे द्विज एव विलपित्याचाम् निर्बाधदहिताम् तदा रामायणस्यापि नित्यं भवति यदगृहे तद्गृहं तीर्थरूपं हि दुष्टानां पापनाशनम् तावत् पापानि देहेऽस्मिन् निरसन्ति तपोधनं यावन्न श्रूयते सम्यक् श्रीमद् रामायणं नरे दुर्लभैव कथा लोके श्रीमन्नारायणोद्भवम् कोटिजन्म समुद्धेन पुण्येनैव तु लभ्यते ऊर्जे माघे सिद्धे पक्षे चैत्रे च द्विजसप्तमं यस्य श्रवणमात्रेण सौदासौ अभिविमोचिता गौतमशापदा प्राप्ता सौदासौ राक्षसी तनम् रामायण प्रभावेण विमुक्तिं प्राप्तवान् पुनः यस्ते शृणुयात् भक्त्या रामभक्तिपरायणा समुच्यते महापापैः पुरुषपादकादिभिः इति श्री स्कंदपुराणे उत्तरखंडे नारदसंवाद संवादे रामायण महात्म्ये कल्पानुकीर्तनं नाम प्रथमोऽध्यायः। ഹരേ കൃഷ്ണ. സ്കന്ദപുരാണത്തിൽ ഉത്തരകാണ്ഡത്തിലുള്ള ഒന്നാമത്തെ പ്രഥമ അധ്യായമാണ് നമ്മള് ഇവിടെ ഇപ്പൊ പറഞ്ഞത്. അപ്പൊ നമ്മള് ഈ ശ്രീമദ് നാരായണത്തിന്റെ വാൽമീകി രാമായണത്തിന്റെ ആ ഒരു മഹാത്മ്യ പ്രഭാഷണം നമ്മൾ ചെയ്യുമ്പോൾ അറിയാം, ശ്രീരാമചന്ദ്ര ഭഗവാൻ ത്രേതായുഗത്തിൽ അവതരിച്ചുള്ളവർ. അപ്പോ യുഗം തോറും ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഭഗവത്ഗീതയിൽ നമ്മൾ പറയുന്നുണ്ട് അല്ലെ. ഭഗവത്ഗീത നമ്മൾ പറയുമ്പോൾ 4-ാമത്തെ അധ്യായത്തില് 7-8 ശ്ലോകങ്ങൾ നമ്മൾ അറിയാം. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ശ്ലോകമാണ് അല്ലെ. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനപദംസ്യ തദാത്മാനം സൃജാമ്യഹം അല്ലെ. അതുപോലെ തന്നെ പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ. ഇപ്പൊ ഈ ശ്ലോകങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ട് അപ്പോ യുഗം തോറും ധർമ്മരക്ഷയ്ക്കും ശത്രു നിഗ്രഹത്തിനുമായിട്ട് യുഗം തോറും ഭഗവാൻ അവതരിക്കുന്നു എന്നാണ്. അവതാരം എന്ന് പറയുമ്പോൾ
നമുക്കറിയാം എന്താണ് അവതാരം എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ലക്ഷ്യം നടത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു നിയോഗ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ വ്യക്തി സ്വരൂപത്തോട് കൂടിയിട്ട് വരുന്നതിനെയാണെന്ന് പറയുക അവതാരം എന്ന പേരിട്ട് വിളിക്കുക. അപ്പോ ഈ അവതാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഭഗവാന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അവതാരങ്ങൾ. പൂർണ്ണാവതാരമുണ്ട്, ഗുണാവതാരം, പുരുഷാവതാരം, മന്വന്തരാവതാരം, ഗുപ്താവതാരം, അംശാവതാരം, ലീലാവതാരം, ശക്തി അവതാരം, യുഗാവതാരം, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അവതാരങ്ങൾ. അപ്പോ ഈ അവതാരങ്ങളില് പൂർണ്ണ അവതാരം എന്ന് പറയുന്നതിൽ ആരൊക്കെയാണെന്ന് അറിയാമോ? പൂർണ്ണ അവതാരങ്ങൾ, ഭഗവാന്റെ പൂർണ്ണ അവതാരങ്ങൾ ഏതൊക്കെയാണ്? നാരായണൻ, അല്ലെ, കൃഷ്ണൻ, അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രൻ. ഇതെല്ലാം ഭഗവാന്റെ പൂർണ്ണ അവതാരങ്ങൾ. അപ്പൊ ആ പൂർണ്ണ അവതാരമായിട്ട് വന്നിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ ഭഗവാന്റെ കഥയാണ്, സീതാദേവിയുടെ കഥയാണ് എന്തെന്ന് പറയുന്നത് രാമായണം എന്ന് പറയും. രാമായണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? രാമന്റെ അയനം എന്ന് പറയും. രാമന്റെ അയനം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാമന്റെ യാത്ര എന്ന് നമ്മൾ അതിനെ. അപ്പൊ ഇവിടെ രാമായണത്തിന്റെ മഹാത്മ്യം ചൊല്ലിയപ്പോ അതിനകത്ത് ഒരു വരി വന്നിരുന്നു. എന്താണ്? ദേവ ബ്രഹ്മ ഭവാദിഭിർബഹുവിധൈ സ്തോത്രൈ ച സംസേവിതം രാമം രാക്ഷസധൂമകേതുമനിശം വന്ദേ ദശസ്യാന്തകം. അല്ലെ, ഇതിന് പറഞ്ഞത് എന്താണ്? ധൂമകേതു മനുഷ്യം, അല്ലെ, എന്താ? രാക്ഷസ ധൂമകേതു മനുഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് രാക്ഷസന്മാരെ എല്ലാം നിഗ്രഹിച്ചുകൊണ്ട്, അസുരനിവൃത്തികളെ എല്ലാം നിഗ്രഹിച്ചുകൊണ്ട്, ഉന്മൂലനം ചെയ്തുകൊണ്ട് ഭൂഭാരത്തെ തീർത്തവനാണ് ആര്? ശ്രീരാമചന്ദ്ര ഭഗവാൻ. അപ്പൊ ആ ശ്രീരാമചന്ദ്ര ഭഗവാനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്ന രാമായണം, അതുപോലെ തന്നെ മറ്റൊരു മഹത് ഗ്രന്ഥമാണെന്ത്? മഹാഭാരതം. ഈ മഹാഭാരതത്തെയും രാമായണത്തെയും നമ്മൾ ഇതിഹാസങ്ങൾ എന്ന പേരിട്ടാണ് വിളിക്കുക. ഇതിഹാസങ്ങൾ. അപ്പോൾ ഇതിഹാസ പുരാണങ്ങളെ എല്ലാം ചേർത്തിട്ട് നമ്മൾ പഞ്ചമവേദങ്ങൾ എന്ന പേരിട്ട് വിളിക്കും. പഞ്ചമവേദങ്ങൾ. കാരണം ഇതിഹാസ പുരാണാഭ്യാം മാമയം പ്രദർശതി എന്ന ഭഗവാൻ പറയുന്നത്. അതായത് ഇതിഹാസ പുരാണങ്ങളിലൂടെയെല്ലാം മാമയം പ്രദർശതി, ഞാൻ ആരാണ് എന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വ്യക്തമാക്കുന്നു എന്നാ പറയുന്നത്. അപ്പോ രാമായണത്തില് നമ്മൾ മഹാത്മ്യത്തിലേക്ക് വരുന്നു. 24,000 ശ്ലോകങ്ങൾ അടങ്ങിയതാണ് എന്തെന്ന് പറയാം രാമായണം എന്ന് പറയും. 7 കാണ്ഡങ്ങൾ ഉൾപ്പെടുന്ന 24,000 ശ്ലോകങ്ങൾ ഉൾപ്പെടുന്നതാണ് ഏത്? രാമായണം എന്ന് പറയുന്നത്. കൃഷ്ണസ്വാമി. അപ്പോ 800 വർഷങ്ങൾക്ക് മുമ്പ് ജയവർമ്മൻ എന്ന് പറയുന്ന ഒരു ഭക്തൻ, ഒരു രാജാവ് ഉണ്ടായിരുന്നു. സനാതന ധർമ്മമെല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് ഭക്തിമാർഗത്തിൽ ചലിച്ചിരുന്ന ഒരു രാജാവായിരുന്നു ആര്? ജയവർമ്മൻ. അപ്പോ രാമായണത്തിന്റെ മഹാത്മ്യങ്ങളെല്ലാം ലോകമെമ്പാടും പ്രചരിപ്പിച്ച വ്യക്തിയാണ് ആര്? ഈ ജയവർമ്മൻ. നമ്മൾ വിചാരിക്കും നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ, ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും. അല്ല, തായ്ലൻഡിൽ പോയി കഴിഞ്ഞാലും, ഇന്തോനേഷ്യയിൽ പോയാലും, ജമൈക്കയിൽ പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും രാമായണമുണ്ട്. എല്ലായിടത്തും ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കഥകളുണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രമായി ഇതിനൊരു അയിത്വം എന്ന് പറയുന്നത്. ഇപ്പൊ തായ്ലൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോ റോഡിന് പേര് കൊടുത്തിരിക്കുന്നത് വരെ റാം 1, റാം 2, റാം 3, അല്ലെ, ഇങ്ങനെയാണ് തായ്ലൻഡിലൊക്കെ റോഡുകൾക്ക് പേര്. ഇവിടെ പേരിടുകയാണെങ്കിലും വലിയ പ്രശ്നമാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാമായണം ലോകമെമ്പാടും പ്രചരിച്ചു എന്ന 800 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജയവർമ്മൻ ധർമ്മം എന്ത് ചെയ്തു? പ്രചരിപ്പിച്ചിരുന്നു. അപ്പോ ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള രാമായണങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. കമ്പരാമായണം, തുളസി രാമായണം, അധ്യാത്മ രാമായണം, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രാമായണങ്ങൾ 26-ൽ പരം രാമായണങ്ങൾ ഉണ്ട്. എങ്കിൽ പോലും ഇതിലെല്ലാം ആധികാരികമായിട്ടുള്ളത് എന്ന് പറയുന്നത് ഏതാ? വാൽമീകി രാമായണമാണ്, അല്ലെ, മൂലരാമായണമാണ്. എന്ത് നമുക്ക് ആ ഒരു ആധികാരികമായിട്ട് എടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ വാൽമീകി രാമായണം വായിക്കുന്നത് കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഫലം നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ പറഞ്ഞു നാരദമുനിയും ശൗനകാദി ഋഷികളെല്ലാം തന്നെ വാൽമീകി രാമായണത്തെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? മഹാത്മ്യത്തിൽ പ്രതിപാദിക്കുന്നത്. അപ്പൊ രാമായണത്തിൽ 7 കാണ്ഡങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാ? ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, പിന്നെ ഏത്? ഉത്തരകാന്ഡം, അല്ലെ. അങ്ങനെയുള്ള 7 കാണ്ഡങ്ങൾ അടങ്ങിയതാണ് ഏത്? വാൽമീകി രാമായണം എന്ന് പറയുന്നത്. അപ്പോ സപ്താഹം, ഭാഗവത സപ്താഹം നടക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു എവിടെയാണോ ഭാഗവതം ചൊല്ലുന്നത് ആ സ്ഥലത്തിന് നമ്മൾ ഏത് പേരിട്ട് വിളിക്കും? നൈമിഷാരണ്യം എന്ന് വിളിക്കും. ഇവിടെയും ഒരു നൈമിഷാരണ്യം.
ആ നൈമിഷാരണ്യം എന്ന് പറയുന്നത് എന്താണ്? നെമി ഈശീര്യത്തെ അതി നൈമിഷാരണ്യം. അതായത് കാലചക്രം എവിടെയാണോ വീണുടയുന്നത് ആ സ്ഥലത്തിനെയാണ് നമ്മൾ വിളിക്കുക നൈമിഷാരണ്യം എന്ന് വിളിക്കുക. അപ്പോ ഈ നൈമിഷാരണ്യത്തിന്, കാലചക്രം ഉടയുന്ന നൈമിഷാരണ്യത്തിന് അനേകായിരം വർഷം നീണ്ടു നിൽക്കുന്ന സത്രത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? രാമായണ മഹാത്മ്യങ്ങളൊക്കെ തന്നെ സൂത മഹർഷിയാർക്ക് പറഞ്ഞു കൊടുത്തു, ശൗനകാദി മഹർഷിമാർക്ക് പറഞ്ഞു കൊടുത്തു. അല്ലെ? അങ്ങനെ ആ മഹാത്മ്യങ്ങൾ സ്കന്ദപുരാണത്തിലെ 5 അധ്യായങ്ങളിൽ പ്രതിപാദിച്ചു. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ സ്കന്ദപുരാണത്തില് ഉത്തരകാണ്ഡം 5-ാമത്തെ അധ്യായത്തില് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിവിടെ വായിച്ച് കേട്ടത്. കലികാലേ മനുഷ്യാണാം ബുദ്ധരൂപായോ രാമായണസ്യ പാഠശ്രവണം ച രാമായണ മഹിമാശ്രവണായ തമകാലേ വർണ്ണനം ച. അപ്പൊ ഈ കലിയുഗത്തെ കുറിച്ചിട്ടുള്ള വർണ്ണനയാണ് ഇവിടെ പറയുന്നത്. കലിയുഗത്തെ കുറിച്ചിട്ടുള്ള വർണ്ണന, കലിയുഗം എങ്ങനെ ആയിരിക്കും എന്നുള്ള വർണ്ണനയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോ കലിയുഗത്തിലെ മനുഷ്യരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട്, കലിയുഗത്തിലെ ജനങ്ങളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ ലോകമെമ്പാടും ഉദ്ധാരണത്തിലേക്ക് ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യാം ഈ വാൽമീകി രാമായണം പറയുന്നത്. അപ്പോ ഈ സ്കന്ദപുരാണത്തിലെ ആദ്യത്തെ 3 ശ്ലോകങ്ങള് ശൗനകാദി മഹർഷിമാരെല്ലാ പേരും കൂടിയിട്ട് ഒരുമിച്ച് പാടിയുന്ന ശ്രീരാമ ശരണം സമസ്ത ജഗതാം രാമം വിനാ കാഗതി രാമേണ പ്രതിഹന്യതേ കലിമലം രാമായ കാര്യം നമാൻ രാമാത്രസ്യ വികാല ഭീമഭുജയോ രാമസ്യ സർവം വസേ രാമേ ഭക്തിരഖണ്ഡിതാ ഭവതു മേ രാമത്വമേവാശ്രയാം ചിത്രകൂടാലയം രാമമിന്ദിരാനന്ദ മന്ദിരം വന്ദേ പരമാനന്ദം ഭക്താനാമഭയപ്രദം ബ്രഹ്മ വിഷ്ണു മഹേശാദ്യാം ശാലോകസാധകാം നമാമി ദേവം ചിദ്രൂപം വിശുദ്ധം പരമം ഭജേ. അതായത് അഖണ്ഡിതമായിട്ടുള്ള ഒരു ഭക്തി ഭഗവാൻ ശ്രീരാമനോട് ഉണ്ടാകണമേ എന്ന് പറയുന്ന പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഈ മഹർഷിമാരെല്ലാം തന്നെ വാൽമീകി രാമായണത്തെ വരവേറ്റത് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കും ശ്രീരാമചന്ദ്ര ഭഗവാനിൽ ആ ഒരു ഒരിക്കലും എന്താ പറയുക മങ്ങലേൽക്കാത്ത ആ ഒരു തീഷ്ണമായിട്ടുള്ള ഭക്തി നമ്മളിൽ ഉണ്ടാകണം എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന നിങ്ങളിൽ എല്ലാവരിലും ഉണ്ടാവില്ലേ? അവരെ ശ്രീരാമചന്ദ്ര ഭഗവാനിക്ക് ജയ്. അല്ലെ? അപ്പോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കലിയുഗത്തിലുള്ള അഴുക്കുകളെല്ലാം തന്നെ ശ്രീരാമ മന്ത്രം ജപിക്കുന്നതിലൂടെ എന്ത് ചെയ്യും? ഇല്ലാതായി പോകും. അല്ലെ? രാമനോട് അഭയം ചോദിച്ചു കഴിഞ്ഞാല് പൂർണ്ണ സംരക്ഷണം നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ശ്രീരാമചന്ദ്ര ഭഗവാനെ എന്ത് ചെയ്യണം? നമ്മള് ആരാധിക്കണം എന്നാ പറയുന്നത്. നാരദ സാൽകുമാര സംവാദ സുദാസാഭരണാം സോമദത്തസ്യ ബ്രാഹ്മണസ്യ രാക്ഷസോ പ്രാപ്തി രാമായണ കഥാശം. അതായത് രാമായണ കഥ കേട്ടിട്ട് ദുഷ്ടജനങ്ങൾക്ക് പോലും എന്തുണ്ടായി? മോചനം ഉണ്ടായി എന്ന് സൂത മഹർഷി പറഞ്ഞു കൊടുക്കണേ. അങ്ങനെയുള്ള ആ രാമായണത്തിന്റെ മഹാത്മ്യമാണ്. 7 ദിവസമാണ് സാധാരണ നമ്മള്, അല്ലെങ്കിൽ 9 ദിവസമായിട്ട് നമ്മൾ ചെയ്യാറ്. എന്നിരുന്നാലും ഈ ത്രയോഹത്തിലെ ഈ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ രാമായണ വിശദീകരണത്തില് രാമായണത്തിലെ ചില മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ആചരിക്കാം എന്നതാണ് പ്രതിപാദിച്ചത്. അല്ലെ? നമ്മൾ എങ്ങനെ കർക്കിടക മാസം വരിക ഈ 30 ദിവസം കൊണ്ട് 32 ദിവസം കൊണ്ട് എങ്ങനെ രാമായണത്തിലെ ആ വലിയ മൂല്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാം എന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ് എന്ന് പറയുന്നത് ഈ രാമായണ വിശദീകരണത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോ രാമായണം എന്ന് പറയുന്നത് സാത്വികമായ ശബ്ദമാണ്. അല്ലെ? സാത്വികമായിട്ടുള്ള ശബ്ദമാണ്. അപ്പോ രാമായണവും അതിലുള്ള ശ്ലോകങ്ങളും കഥകളും എല്ലാം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് സ്വയം ഒന്ന് തിരിച്ചറിയുക എന്നത് കൊണ്ടാണ്. അല്ലെ? കാര്യം നമ്മളൊക്കെ തന്നെ നമ്മൾ ഒരു ദിവസത്തിൽ ഒരു നിമിഷമെങ്കിലും നമ്മുടെ മനസ്സിൽ ദേഷ്യം തോന്നാത്ത സമയം ഉണ്ടാവോ? എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കുറച്ചിട്ട് മോശമായി ചിന്തിക്കും. ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. കാര്യം കലിയുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലെ? അതുകൊണ്ട് തന്നെ രാക്ഷസീയമായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ സമാധാനമാക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് എന്ന് പറയുന്നത് വാൽമീകി രാമായണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വിചിത്രമായിട്ടുള്ള നമ്മുടെ മനസ്സിനെ അറിയുന്നതിന് വേണ്ടിയിട്ട്
നമുക്ക് നമ്മളെ കുറിച്ച് അറിയുവാനായിട്ടുള്ള ഒരു മഹത് സംരംഭമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ രാമായണ മാസത്തെ നമ്മൾ കാണണമെന്ന്. അപ്പൊ രാമായണം ഒരു കഥയല്ല, ഒരുപാട് ജീവിത മൂല്യങ്ങൾ നമുക്ക് ഏതിൽ നിന്ന് പഠിക്കാനുണ്ട്? രാമായണത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. കാരണം ഭാഗവതത്തിൽ പറയുന്നുണ്ട്, പ്രായേണ അല്പായുഷാസഭ്യാകാലാവസ്മിൻ യുഗേജന മന്ദാസുമന്ദമതയോ മന്ദഭാഗ്യാഹി ഉപദ്രുത. കൈകാലത്തുള്ള ജനങ്ങൾ എല്ലാ പേരും എന്താ? മന്ദബുദ്ധികൾ. നമ്മളൊക്കെ ബുദ്ധിമാന്മാരാണോ? നമ്മളൊക്കെ തന്നെ മന്ദബുദ്ധികളാ. എപ്പോഴും നമ്മൾ മടിയന്മാരാണ്, അലസത ബാധിച്ചവരാ. നമുക്ക് എപ്പോഴും എന്താ? നമ്മുടെ മനസ്സിങ്ങനെ ചഞ്ചലമായിക്കൊണ്ടിരിക്കും. വളരെയധികം എന്താ പറയുക, പ്രതിസന്ധികൾ, ക്ലേശങ്ങൾ അനുഭവിക്കുന്നതാ നമ്മുടെ മനസ്സെന്നും പറയുന്നത്, അല്ലെ? അപ്പോ കലികാലത്തിലുള്ള ജനങ്ങളുടെ സ്വഭാവത്തെ കുറിച്ചിട്ടാണ് ഈ ശ്ലോകത്തിൽ ഭാഗവതത്തിൽ പറഞ്ഞത്, അല്ലെ? കാരണം എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ്. നമ്മൾ എന്ത് ചെയ്യും? 10ാം ക്ലാസ് കുട്ടി പാസ്സായി കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്ക് ടെൻഷനാണ്. മോൻ ഏതാ എടുക്കേണ്ടത്, അല്ലെ? +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാ എടുക്കേണ്ടത്? അവൻ അതിന് പോയാൽ മതി. 100,000 പേരുടെ അഭിപ്രായം നമ്മൾ ചോദിക്കും. കുട്ടിയുടെ അഭിപ്രായം ചോദിക്കും. അവസാനം പറയാം അവൻ അതാ താല്പര്യം, പക്ഷെ എനിക്കൊട്ട താല്പര്യം ഉണ്ടായില്ല, അല്ലെ? ഇങ്ങനെ നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. നമ്മൾ ഒന്നും തന്നെ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നവരാ കലിയുഗത്തിലുള്ള ആൾക്കാര്. ഉപദ്ധ്യത, മടിയന്മാരാ, ആലസ്യമുള്ളവരാ, മറവി കൂടുതലുള്ളവരാ, അല്ലെ? മറവി മനഃപൂർവ്വം മറക്കുന്നതല്ല, മറവി സ്വാഭാവികമായിട്ടും മറവിയുള്ളവരാ കലികാലത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത്. ഐക്യമുണ്ടോ? നോ യൂണിറ്റി. ഐക്യമേ ഇല്ല. ഒരു കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, പലരും പല കോണിലേക്ക് പോകും. ഇതൊക്കെ തന്നെ കലികാലത്തിലെ ജനങ്ങളുടെ പ്രശ്നമാണ് എന്ന് നമ്മൾ അറിയണം, അല്ലെ? അപ്പൊ നമ്മുടെ മനസ്സിനെ കുറിച്ചിട്ട് കുറച്ചെങ്കിലും മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മറികടക്കാൻ സാധിക്കും, അല്ലെ? നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ സകല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് പറയുന്ന നിഗൂഢമായിട്ടുള്ള ആ ഒരു സത്യം ഈശ്വരൻ ഏതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്? നമ്മുടെ രാമായണത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, അല്ലെ? അപ്പോ അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ എല്ലാ പ്രശ്നങ്ങളുടെയും സാരാംശമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ വാൽമീകി രാമായണം എന്ന് പറയുന്നത്. രഘുപതി രാഘവ രാജ പതിത പാവന സീതാറാം രഘുപതി രാഘവ രാജ പതിത പാവന സീതാറാം രഘുപതി രാഘവ രാജ പതിത പാവന സീതാറാം ശ്രീരാം ജയ രാം ജയ ജയ രാം ശ്രീരാം ജയ രാം ജയ ജയ രാം ശ്രീരാം ജയ രാം ജയ ജയ രാം ശ്രീരാം ജയ രാം ജയ ജയ രാം. ശ്രീരാമകൃഷ്ണ ഭഗവാൻ 7 കാണ്ഡങ്ങളാ ഉള്ളത്. നമ്മൾ ആ കാണ്ഡങ്ങളുടെ പേരും എല്ലാം പറഞ്ഞു. അപ്പോ എപ്പോഴും രാമായണ പാരായണം നടക്കുമ്പോൾ നമ്മൾ ഇതേ വരെ കേരളത്തിൽ കണ്ടിട്ടുണ്ടോ ഉത്തരകാണ്ഡം വായിക്കുന്നത്? ഇല്ല, അല്ലെ? ഉത്തരകാണ്ഡം വായിക്കുന്നത് ഉത്തരകാണ്ഡം വായിക്കാനേ പാടില്ല എന്ന് പറയും, അല്ലെ? പക്ഷേ എപ്പോഴും ആദ്യം ഉത്തരകാണ്ഡം വായിച്ചിട്ടേ മറ്റേത് വായിക്കാവൂ, അല്ലെ? അപ്പൊ ഉത്തരകാണ്ഡം എന്ന് പറയുന്നത് വേദനകൾ നിറഞ്ഞതാണ്, അല്ലെ? വിഷമങ്ങൾ നിറഞ്ഞതാണ് എന്ന് പറയുന്നത് ഉത്തരകാണ്ഡം എന്ന് പറയുന്നത്. സീതാദേവി അഗ്നിയിൽ പ്രവേശിക്കുന്നതും സീതാദേവി ഗർഭിണിയാകുന്നതും സീതാദേവി ഭൂമിദേവിയോടൊപ്പം പോകുന്നതും എല്ലാം തന്നെ എന്തിനാ ഉള്ളത്? ഈ ഉത്തരകാണ്ഡത്തിലാ ഉള്ളത്. അതായത് വിരഹം നിറഞ്ഞ ഭാഗമായത് കൊണ്ട്, ദുഃഖങ്ങൾ നിറഞ്ഞ ഭാഗമായത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും? ആചാര്യന്മാര് ഈ ഉത്തരകാണ്ഡത്തെ ആദ്യം വായിക്കും, പിന്നീട് എന്ത് ചെയ്യും? ബാക്കിയുള്ളത് വായിക്കും, അല്ലെ? പക്ഷെ അങ്ങനെ നിയമമൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യണം? നമ്മൾ ആ വിരഹം നിറഞ്ഞ ഭാഗത്തിലൂടെയാ നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്ന ഒരു ബോധം നമുക്കുണ്ടാവണം. അപ്പോ രാമായണത്തിന്റെ അവതാരിപ്പിക്കുന്നത് 2 തരത്തിലുള്ള ആൾക്കാരെ കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത്. ആരൊക്കെയാണെന്ന് അറിയാമോ? രാമായണത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ ദശരഥ ചക്രവർത്തി, അവതാരികയിൽ പ്രതിപാദിക്കുന്നത് 2 രാവണൻ. ഈ 2 പേരെ കുറിച്ചിട്ടാണ് രാമായണത്തിന്റെ അവതാരികയിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപയോഗപ്പെടുന്ന ഒരുപാട് മൂല്യങ്ങൾ നമുക്കുണ്ട്. ദശരഥ ചക്രവർത്തിയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന 2 കാര്യങ്ങൾ നാളെ വരുമ്പോഴത്തേക്ക് എല്ലാവരും ഒരു ബുക്കും പേനയും കൂടെ ഒക്കെ വെച്ചേക്കും. നമുക്ക് ഈ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് വേണ്ടി വരും? നമുക്ക് എഴുതി വെക്കേണ്ടതായിട്ട് വരും.
അപ്പോ ദശരഥ ചക്രവർത്തിയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, സന്തോഷത്തിൽ വാഗ്ദാനം നൽകാൻ പാടില്ല. എല്ലാവരും ഓർത്തിരിക്കും. സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വാഗ്ദാനം നൽകാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ദുഃഖത്തിൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പാടില്ല. അല്ലെ? കാരണം എന്താ ഇങ്ങനെ പറയുന്ന കാര്യം? സന്തോഷം കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ നില എന്താ, നമ്മുടെ മാനസികാവസ്ഥ എന്താന്ന് നമ്മൾ മറന്നു പോകും. അല്ലെ? ഭയങ്കര സന്തോഷം കൊണ്ട് നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും വന്നിട്ട് എനിക്കൊരു 50,000 രൂപ അടുത്തട നീ പിടിച്ചോന്ന് പറഞ്ഞു പോകും. അവന്റെ പൈസ കിട്ടൂ, പിന്നെ കിട്ടത്തില്ല. അല്ലെ? ഇതുപോലെ സന്തോഷത്തിൽ നമ്മുടെ മാനസികാവസ്ഥ എന്താ എന്ന് അറിയാൻ പറ്റാത്തത് കൊണ്ട് സന്തോഷത്തിൽ നമ്മൾ വാഗ്ദാനങ്ങൾ എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ മനസ്സ് വളരെ പ്രക്ഷുബ്ധമായിട്ട് ദുഃഖത്തിലിരിക്കുന്ന സമയത്ത് നമ്മൾ തീരുമാനങ്ങൾ എടുക്കാനും പാടില്ല എന്ന് പറയും. കാരണം എന്താണെന്നറിയോ? പ്രശ്നം സങ്കീർണമാകും. അല്ലെ? ശ്രീ ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, സംസാരിക്കുന്നത് വരെ, അല്ലെ, നമ്മൾ ഒരു കാര്യം ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, ആ സംസാരിക്കുന്നത് വരെ വാക്കുകളെ നിയന്ത്രിക്കുന്നതാരാ? നമ്മളാ നിയന്ത്രിക്കുന്നത്. അല്ലെ? പക്ഷെ സംസാരിച്ചു കഴിഞ്ഞാലോ ആ വാക്ക് നമ്മളെ നിയന്ത്രിക്കും. ശരിയല്ലേ? നമ്മൾ ഒരാളോട് ഒരു കാര്യം ഒരു കാര്യം പറഞ്ഞൊരു വാഗ്ദാനം കൊടുത്തിട്ട് പോയി, പറയുന്നത് വരെ നമ്മുടെ കൺട്രോളിലാണ് നമ്മുടെ നാക്ക്. അത് പറയണോ വേണ്ടേ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. പറഞ്ഞു കഴിഞ്ഞാലോ നീ പറഞ്ഞതാ, അല്ലെ, നീ 25,000 രൂപ സംഭാവന തരാന്ന് പറഞ്ഞു, ഇപ്പൊ എന്തിനാ നീ വാക്ക് മാറുന്നത്? ആ വാക്കാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ബുദ്ധൻ പറയുന്നുണ്ട് എന്താണ്? സംസാരിക്കുന്നത് വരെ നമുക്ക് വാക്കിനെ നിയന്ത്രിക്കാം, പക്ഷെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാക്കുകൾ നമ്മളെ നിയന്ത്രിക്കുമെന്നാണ്. അപ്പോ ഈ കലികാലത്തില് ഈശ്വര വിശ്വാസമൊക്കെ കുറഞ്ഞു വരുന്ന, അല്ലെ, ഭഗവാനിലുള്ള വിശ്വാസമൊക്കെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പൊ രാമായണത്തിന് മഹാത്മ്യങ്ങൾ പറയുമ്പോൾ ജനമേയ ചക്രവർത്തി, അല്ലെ, നമ്മൾ കേട്ടിട്ടുണ്ട്, ജനമേയ രാജാവ്. ജനമേയ ചക്രവർത്തിക്ക് കുഷ്ഠരോഗം ബാധിക്കുന്ന സമയത്ത് ഗുരുവായൂർ വന്ന് ഭജനം ഇരുന്നു എന്നാ പറയും. അല്ലെ? ഗുരുവായൂരിന്റെ ക്ഷേത്രം, ഗുരുവായൂർ അമ്പലത്തിന്റെ ക്ഷേത്ര മഹാത്മ്യത്തിൽ പറയുന്നു 41 ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് ഭജനം ഇരുന്നു കഴിഞ്ഞാല് സർവ്വവിധത്തിലുള്ള മാറാരോഗ്യങ്ങളും എന്ത് ചെയ്യും? മാറിപ്പോകുന്ന പറയുന്നത്. അങ്ങനെ അത് സത്യമാണ്. അല്ലെ? കാരണം പല ഭക്തന്മാരുടെയും അനുഭവത്തിലൂടെ നമ്മളത് മനസ്സിലാക്കുന്നത്. ഇപ്പോ 1955 ക്ഷേത്ര മഹാത്മ്യത്തിൽ പറയുന്ന ഒരു സംഭവമാണ് ഗുരുവായൂരപ്പന്റെ. അപ്പോ ഗുരുവായൂർ പ്രദേശവാസികളൊക്കെ തന്നെ ഭഗവാനെ കാണാൻ വരുമ്പോൾ മിക്കവാറും ഭയങ്കര ക്യൂ അല്ലേ? അതുകൊണ്ട് ഇവർ കൊണ്ടുവരുന്ന എന്താണ്, വാഴപ്പഴവും തേനും വെണ്ണയും കൽക്കണ്ടവും എല്ലാം ചെയ്യും അമ്പലത്തിൽ കാണിക്കേണ്ട മുകളിൽ വെച്ചിട്ട് അവർ ചുറ്റമ്പലം തൊഴുതി ചവിട്ടിപ്പോകും. അപ്പോ ഒരു ദിവസം അവിടെയുള്ള ഒരു എന്താ പറയുന്ന ഭാരവാഹി, ഒരു വ്യക്തി ആ ക്ഷേത്രത്തിനകത്തുള്ള ഒരു ജോലിക്കാരിൽ നിന്ന് നോക്കിയപ്പോ ഒരു 2-3 കുട്ടികൾ വന്നിട്ട് എന്ത് ചെയ്തു? ഈ പഴവും കൽക്കണ്ടവും എല്ലാം എടുത്തിട്ട് 1-2 എടുത്ത് കാണിക്കുകയും ഇട്ടു. എന്നിട്ട് ബാക്കിയുള്ളത് കൊണ്ട് അവർ ഓടിപ്പോയി. അപ്പൊ ഇത് സ്ഥിരം സംഭവമായപ്പോ എന്ത് ചെയ്തു? ഒരു ദിവസം ഇയാള് ഈ കുട്ടികളെ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യുന്നത് മോഷണമല്ലേ? ആരും ചോദിക്കാതെ ഭഗവാൻ സാധനം എടുത്തുകൊണ്ട് പോകുന്ന മോശമല്ലേ? അപ്പൊ ഇത് മോഷണമായതുകൊണ്ട് നിങ്ങൾക്ക് ഞാനൊരു ശിക്ഷ നൽകാം, നിങ്ങൾ 10 പ്രാവശ്യം ക്ഷേത്രത്തിന്റെ ചുറ്റിലും ഓടണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഈ 3 കുട്ടികളും കൂടി ഓടാനായിട്ട് തുടങ്ങി. മറു സൈഡിലൂടെ ദൂരേന്ന് ഓടി വന്നപ്പോ 3 കുട്ടികളുടെ സ്ഥലത്ത് 4 കുട്ടികൾ, അടുത്ത് വന്നപ്പോ അത് 3 വീണ്ടും ദൂരെ പോയപ്പോ അത് 4 വീണ്ടും അടുത്ത് വന്നപ്പോ 3 ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോ ഇത് ഭഗവാൻ തന്നെയാണ്. കാര്യം എന്താ? ഭഗവാൻ ഏറ്റെടുത്തത്? ഒരു പടം എടുത്തു കഴിഞ്ഞാൽ 2 കാണിക്കലുണ്ട്. അപ്പൊ അതാരാ കഴിക്കുന്നത്? ഭഗവാനെ കഴിക്കുന്നത്. അല്ലെ? അന്ന് മുതൽ അദ്ദേഹം പറഞ്ഞു, ഇന്ന് മുതൽ ഞാൻ ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഞാൻ ഒരു ജോലിക്കാരനായിരുന്നു, നാളെ മുതൽ ഞാൻ എന്ത് ചെയ്യും? ക്ഷേത്രത്തിൽ ഭഗവാന് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്ന ദാസനായിട്ട് മാറും എന്ന്. അതുപോലെ ഇവിടെ ജനമേയ ചക്രവർത്തിയും എന്ത് ചെയ്തു? കുഷ്ഠരോഗം മാറുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ആ ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് എന്ത് ചെയ്യാം? അവിടെ ഭജന ഇരിക്കുക. രാവിലെ എനിക്കും തീർത്ഥത്തിൽ പോയി കുളിക്കും, ഭഗവാന്റെ ദർശനം എടുക്കും, ഭഗവാന്റെ പ്രസാദം കഴിക്കും. ഇങ്ങനെ എന്ത് ചെയ്തു? കുഷ്ഠരോഗം മാറുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇവിടെ ഭജനം ഇരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ കുഷ്ഠരോഗത്തിന് നന്നേ ശമനം ഉണ്ടായി. അല്ലെ? അവിടെ എന്താ പറയാ, മണ്ഡപത്തിൽ എല്ലാ ദിവസവും രാമായണവും മഹാഭാരതത്തെ കുറിച്ചിട്ടുള്ള മഹാത്മ്യങ്ങളൊക്കെ പറയും. ഇതൊക്കെ തന്നെ എന്ത് ചെയ്യാം? ഇദ്ദേഹം പോയി അവിടെ കേട്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം മഹാഭാരതത്തിലെ യുദ്ധങ്ങളെ കുറിച്ചിട്ടൊക്കെ വിവരിച്ചു കൊണ്ടിരുന്നപ്പോ ആചാര്യൻ പറഞ്ഞു, കൗരവരൊക്കെ തന്നെ ഭീമനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഭീമൻ വരുന്ന വഴിയിൽ വലിയ ആനകളെയൊക്കെ കൊണ്ട് ചെന്ന് നിർത്താറുണ്ട് എന്ന് പറഞ്ഞു.
അപ്പൊ ഭീമൻ എന്താ ചെയ്യുക? ഈ ആനയുടെ തലയിലൂടെ കയറി ഇങ്ങനെ ചവിട്ടി നടന്നിട്ട് അതിന്റെ വാലിൽ ചുഴറ്റി ദൂരേക്ക് എറിഞ്ഞു കളയും. ആ ഒരു ആനയും ഇന്നേ വരെ തിരിച്ചു വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ജനമേജയ ചക്രവർത്തിക്ക് പെട്ടെന്നൊരു സംശയമായി. അതെന്താ? എന്നിട്ട് ആചാര്യനോട് ചോദിച്ചു, ഇത്രയും ആനകളെ എടുത്തെറിഞ്ഞിട്ട് ഒരു ആന പോലും തിരിച്ചു വന്നിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോ പെട്ടെന്ന് തന്നെ ഒരു ഭീമാകാരമായിട്ടുള്ള ഒരു ശബ്ദത്തോട് കൂടിയിട്ട് ഈ ജനമേജയ രാജാവിന്റെ മുമ്പിൽ ഒരു ആന വന്ന് വീണു, അല്ലെ? അപ്പൊ ആന വന്ന് വീണത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള കുഷ്ഠരോഗം മുഴുവൻ എന്ത് ചെയ്തു? വീണ്ടും പുറത്തേക്ക് വരികയും ചെയ്തു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് സേവനം ചെയ്യുമ്പോൾ, ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ, ഭഗവാന്റെ മഹാത്മ്യങ്ങൾ കേൾക്കുമ്പോൾ ഒക്കെ തന്നെ ഭഗവാനെ പൂർണ്ണമായിട്ടും നമ്മൾ ശരണാഗതി പ്രാപിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? ഭഗവാനിൽ ആ ഒരു വിശ്വാസം അർപ്പിച്ചിട്ട് വേണം നമ്മൾ ഈ സേവനങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് എന്ന ഓർമ്മപ്പെടുത്തലാ ഈ കഥയിലൂടെ പറയുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പുരാണങ്ങളും നമ്മുടെ ഇതിഹാസങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ആധുനിക ശാസ്ത്രത്തെ പോലും വെല്ലുന്ന രീതിയിലുള്ളതാണെന്ന് നമ്മുടെ പുരാണ ഇതിഹാസങ്ങളൊക്കെ തന്നെ, അല്ലെ? ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ. അപ്പൊ ഇവിടെ ദശരഥ രാജാവിന്റെ ജീവിതത്തിലും ഒരു സംഭവം ഉണ്ടായി. അദ്ദേഹം യുവരാജാവായിട്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ അദ്ദേഹം എന്ത് ചെയ്തു? വേട്ടയ്ക്ക് പോയി, നായാട്ടിനായിട്ട് പോയി, അല്ലെ? അപ്പൊ നായാട്ടിനായിട്ട് പോകുന്ന സമയത്ത് ആ പ്രദേശത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു, 16 വയസ്സുള്ള ഒരു കുട്ടി, ശ്രവൺ കുമാർ എന്നാണ് ആ കുട്ടിയുടെ പേര്. അപ്പോ ശ്രവൺ കുമാറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ണ് കാണാൻ കഴിയാത്ത അച്ഛനും അമ്മയും ആ ശ്രവൺ കുമാറിനുള്ളത്, അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? ഈ ശ്രവൺ കുമാർ ഒരു കുട്ടയ്ക്കകത്ത് ഈ അച്ഛനെയും അമ്മയും കൂടെ കയറ്റി എടുത്തിട്ട് എന്ത് ചെയ്യും? തോളിൽ എടുത്തോണ്ട് ഇങ്ങനെ പോകും. എന്തിനു വേണ്ടിയിട്ടാ? പുണ്യസ്ഥലങ്ങളൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോകും. അപ്പൊ നാട്ടുകാരെല്ലാം കൂടെ ചോദിക്കും, ശ്രവൺ കുമാറെ, നീ എന്ത് മണ്ടത്തരമായി കാണിക്കുന്നത്? കണ്ണ് കാണാൻ പറ്റാത്തതാ നിന്റെ അച്ഛനും അമ്മയും, അല്ലേ? എന്നിട്ട് ഈ കണ്ണ് കാണാൻ പറ്റാത്ത നിന്റെ അച്ഛനും അമ്മയും നീ അത് എന്താ കുട്ടയ്ക്കുള്ളിൽ ആക്കിയിട്ട് തോളിൽ എടുത്തു വെച്ച് ചുമന്നുകൊണ്ട് പോകും. ഇവർക്ക് കൊണ്ടുപോയിട്ട് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കും, അല്ലെ? അപ്പൊ ശ്രവൺകുമാർ പറയും, പുണ്യസ്ഥലങ്ങളും അതുപോലെ തന്നെ പുണ്യ ഇതിഹാസ ഗ്രന്ഥങ്ങളും ഒക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കണ്ടുകൊണ്ടല്ല, മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഹൃദയം കൊണ്ട് നമ്മൾ അനുഭവിക്കണം എന്നാണ് പറയും, ശ്രവൺകുമാർ പറയും. അപ്പോ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക, നമുക്ക് 4 സ്റ്റേജസ് ആണുള്ളത്, അല്ലെ? 4 സ്റ്റേജുകളുണ്ട്. ഏതൊക്കെയാ? ജനനം, മരണം, പിന്നെ അതിനിടയിൽ വരുന്ന വാർദ്ധക്യം, രോഗം, അല്ലെ? അപ്പൊ ഇതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനായി ആവില്ലെന്നാ പറയുന്നത്. ജനിക്കുന്നവരെന്ത് ചെയ്യും? തീർച്ചയായിട്ടും മരിക്കും, പുനർജനിക്കും. അത് എന്താണ്? പൂർണ്ണമായിട്ടും എന്താണ്? സത്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ജനിച്ചവന് മരണം സുനിശ്ചിതമത്രേ എന്ന് പറയും, അല്ലെ? അപ്പോ ഈ ജനിച്ചു കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ എന്താണ്? വളർച്ചയും പോഷണവും ഒക്കെ ഉണ്ടായി, പിന്നെ കുറെ കഴിയുമ്പോൾ നമുക്ക് എന്താണ്? ആ യൗവനമൊക്കെ ഇങ്ങനെ മാറിയിട്ട് വാർദ്ധക്യമൊക്കെ ഇങ്ങനെ വരും, അല്ലെ? അപ്പൊ നമുക്ക് ഇങ്ങനെ വാർദ്ധക്യമൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? യമരാജൻ അവിടുന്ന് 2 പേര് നമ്മളുടെ അടുക്കിലേക്ക് പറഞ്ഞു വിടും. ആരൊക്കെയാണ് അവര്? ആരൊക്കെ യമരാജൻ പറഞ്ഞു വരുന്ന 2 പേര്? ഉറക്കപ്പുറ. ഒന്ന് നര, അല്ലെ? നര. ആരും വിഷമിക്കരുത്, നര, അല്ലെ? മുടിയൊക്കെ ഇങ്ങനെ വെളുത്ത് വരും. ആ നര യമരാജൻ പറഞ്ഞു വിടുന്നതാ, എന്റെ അടുക്കലേക്ക് വരാനായിട്ട് സമയമായി. രണ്ടാമത് എന്താ? കുറെ കാലം കൂടെ കഴിയുമ്പോഴത്തേക്ക് ജര വരും, അല്ലെ? ജര. എന്തോ ജര എന്ന് പറയണേ?
എല്ലാരും ഇങ്ങനെ കൈയുടെ ഈ തൊക്കിൽ ഇങ്ങനെ രണ്ട് കൈ വിരൽ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചു നോക്കിക്കേ, പിടിച്ചു നോക്കിയേ. മാംസം ഇല്ലാതെ തൊലി മാത്രം മുകളിലോട്ട് വരുന്നുണ്ട്. എത്ര പേർക്കുണ്ട്? കൈവക്ക് ഒരാളെ ഉള്ളൂ, ഒരാളെ ഉള്ളൂ. അപ്പൊ ബാക്കി നമ്മളിപ്പോ പറയില്ലേ, പഴുത്തല വീഴുമ്പോ പച്ചല ചിരിക്കും, എല്ലാവർക്കും ഇത് വരും അല്ലെ. അങ്ങനെ ജരയും നരയും വരും അല്ലെ. അതെല്ലാം എന്താ, നമ്മുടെ മരണം എത്തുന്നതിന്റെ സൂചനകളാണെന്ന് പറയുന്നത്. പേടിക്കാൻ വേണ്ടിയിട്ടൊന്നും കേട്ടോ. ശതസന്ധി വേദന വരും, വിറയൽ വരും, വേദന വരും. ഇതൊക്കെ തന്നെ എന്താ, വാർദ്ധക്യം ബാധിക്കുന്നതിന്റെ ലക്ഷണം. അപ്പൊ പുരാണങ്ങൾ പറയുന്നുണ്ട്, വാർദ്ധക്യം ബാധിക്കുന്ന സമയത്ത് ഓരോരുത്തരും കുട്ടികളായിട്ട് മാറുന്ന പറയുന്നത് അല്ലെ. ഓരോരുത്തരും കുട്ടികളായിട്ട് മാറും, കുട്ടികളുടെ സ്വഭാവമായിട്ട് മാറും. അപ്പോൾ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കൾക്ക് നമ്മൾ ചെയ്യേണ്ടുന്ന കടമ എന്താ എന്ന് രാമായണം പറയുന്നു. എന്താണ്? അവരെല്ലാം തന്നെ പുണ്യസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകണം. ഇവിടെ ഇപ്പൊ മോൾ അമ്മയുടെ ഒക്കെ പറയാ, വയസ്സാകുമ്പോ എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ട് അതുകൊണ്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇപ്പൊ വെക്കണമെന്ന് അല്ലേ. അപ്പൊ അങ്ങനെയല്ല, നമ്മുടെ മക്കളുടെ കർത്തവ്യമാണത്. എന്താണ്? പേരൻസിനെ, മാതാപിതാക്കളെ എല്ലാം പുണ്യസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകണം. കാശി, രാമേശ്വരം, ശ്രീരംഗം, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് കൊണ്ടുപോകണം. അങ്ങനെ എന്ത് ചെയ്യുന്നു? ശ്രവൺകുമാർ കണ്ണു കാണാൻ വയ്യാത്ത അച്ഛനെയും അമ്മയെയും കുട്ടയ്ക്കുള്ളിലാക്കി തോളിൽ ചുമന്നുകൊണ്ട് ഇങ്ങനെ പോകാം. ദൂരെ ഒരു സ്ഥലത്ത് എത്തിയപ്പോ അമ്മ പറഞ്ഞു, മോനെ ഞങ്ങൾക്ക് നന്നേ ദാഹിക്കുന്നുണ്ട്, നീ കുറച്ച് വെള്ളം തരാൻ പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് തന്നെ കുട്ടയെ കിടക്കി താഴെ വെച്ചിട്ട് ശ്രവൺകുമാർ കമണ്ഡലവുമായിട്ട് പെട്ടെന്ന് അടുത്തുള്ള ഒരു നദിയിലടുക്കൽ പോയി. അവിടെ നിന്ന് നദിയിൽ ഇങ്ങനെ നമുക്കറിയാം, മൊന്തയൊക്കെ ഉണ്ടല്ലോ, ഇതേപോലെ ചെറിയ കുളമൊക്കെ നമ്മള് വലിയ കുളത്തിൽ കൊണ്ടുവന്ന് വെള്ളം വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കും അല്ലെ. അപ്പോ ഇങ്ങനെ ആ വെള്ളം നിറയ്ക്കുന്ന സമയത്ത് ആ ശബ്ദം കേട്ടപ്പോ അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ദശരഥ മഹാരാജാവ് ഉണ്ടായിരുന്നു. ദശരഥൻ വിചാരിച്ചു ഏതോ വന്യമൃഗം വെള്ളം കുടിക്കാൻ വന്നതാണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, ആ ആയോധന കലയിൽ ഭയങ്കര ശക്തിമാനായിട്ടുള്ള ദശരഥൻ തന്റെ അമ്പയിട്ട് എന്ത് ചെയ്തു, ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് വിട്ടു. അപ്പൊ ഭയങ്കരമായിട്ടുള്ള ഒരു നിലവിളി ശബ്ദം കേട്ടുകൊണ്ടാ എന്ത് ചെയ്തത്, ദശരഥൻ ഞെട്ടിപ്പോയത്. ഓടി അവിടെ ചെന്നപ്പോ എന്താ, ശ്രവൺകുമാറിന്റെ നെഞ്ച് പിളർന്നുകൊണ്ട് ആ അമ്പേറ്റ് കിടക്കുക. ആ ശ്രവൺകുമാർ അങ്ങനെ അവിടെ മരിച്ചു വീഴാറായിട്ട് ഇങ്ങനെ രക്തം വാർന്നു കിടക്കുക. അപ്പൊ ദശരഥ മഹാരാജാവ് ചെന്നിട്ട് പറഞ്ഞു, മോനെ ഞാൻ ചെയ്യുന്നത് വലിയ പാപമായി പോയി അല്ലെ, എനിക്ക് തെറ്റുപറ്റിയതാ, ഈ ശബ്ദം കേട്ടപ്പോ ഞാനിത് വന്യമൃഗമാണെന്ന് വിചാരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ശ്രവൺകുമാർ പറഞ്ഞു, അല്ലയോ മഹാരാജൻ, എനിക്ക് അങ്ങേ അറിയാം അല്ലെ, എനിക്ക് മരണത്തിലൊന്നും ഭയമില്ല, എനിക്ക് മരിക്കാനൊന്നും ഭയമില്ല. പക്ഷേ അങ്ങ് ഒരു കാര്യം ചെയ്യണം. എന്താണ്? എന്റെ അച്ഛനും അമ്മയും ആ റോഡരികില് വഴിയരികിൽ ഇരിപ്പുണ്ട്, അവർക്ക് വെള്ളം കൊണ്ടു കൊടുക്കണം, അവർക്ക് ദാഹിച്ചിട്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയും. അങ്ങനെ എന്ത് ചെയ്തു, അദ്ദേഹം ഈ കമണ്ഡലൂരിൽ വെള്ളവുമായിട്ട് അച്ഛന്റെ അമ്മയുടെ അടുത്ത് ചെന്നു. അവർ ചോദിച്ചു, എന്താ പോലെ നീ വൈകിയത് അല്ലെ, നീ പോയിട്ട് കുറെ നേരമായാലും എന്താ വൈകിയതെന്ന് ചോദിച്ചു. കണ്ണു കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം ദശരഥ രാജാവ് ഈ അച്ഛനോടും അമ്മയോടും നടന്ന സംഭവങ്ങളെല്ലാം തന്നെ പറഞ്ഞു അല്ലെ. ഇങ്ങനെയാ, ഞാൻ അമ്പെയ്ത്, ഞാൻ ദശരഥനാണ്, ഞാൻ ഇങ്ങനെ എന്ത് ചെയ്തു, അമ്പെയ്തപ്പോ നിങ്ങളുടെ പുത്രൻ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്തു, അവർക്ക് ആ ദുഃഖം താങ്ങാനാവാണ്ട് ദശരഥ മഹാരാജാവിനെ അവർ ശപിച്ചു. എന്താ പറഞ്ഞത്? ദശരഥ, പുത്രനഷ്ടത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ വേദന ഒരിക്കൽ നീയും അനുഭവിക്കുമെന്നാ പറഞ്ഞത് അല്ലെ. പുത്രനഷ്ടം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ വേദന ഒരിക്കൽ നീയും എന്ത് ചെയ്യും, അനുഭവിക്കുമെന്ന് പറയുന്ന ഒരു ശാപം ആർക്ക് കൊടുത്തു? ദശരഥന് കൊടുത്തു. അങ്ങനെ ശാപം കൊടുത്തിട്ട് അവരെന്ത് ചെയ്യുക, ആ ശരീരം ഉപേക്ഷിച്ചിട്ട് പോയി. ഇതിനെയാണ് രാമായണത്തിൽ ഏത് പേരിട്ട് വിളിക്കുക? കർമ്മം എന്ന് വിളിക്കുന്നത് അല്ലെ. കർമ്മം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അവരവരുടെ നന്മ തിന്മകളൊക്കെ തന്നെ എന്തായിട്ട് വരും, അവരുടെ കർമ്മമായിട്ട് തിരിച്ചു വരും എന്ന് പറയും. അപ്പോ ഓരോരുത്തരുടെയും സുഖദുഃഖങ്ങൾ എന്ന് പറയുന്നത് അവരുടെ മുജ്ജന്മ കർമ്മത്തിന്റെ ഫലമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചറിയണം. പൂർവജന്മഹൃതം പാപം വ്യാധിരൂപേണ ജായതേ എന്നാ പറയുന്നത്. പൂർവജന്മത്തില് നമ്മൾ ചെയ്തിട്ടുള്ള പുണ്യ പാപങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യും, വ്യാധിരൂപേണ ജായതേ, രോഗമായിട്ട്, കഷ്ടതകളായിട്ട്, അരിഷ്ടതകളായിട്ട് നമ്മുടെ അടുക്കിലേക്ക് വരും എന്നാ പറയുന്നത്. അങ്ങനെ ദശരഥ ചക്രവർത്തിയുടെ ജീവിതത്തിൽ വന്ന ഈ ശാപം രാജാവ് പൂർണ്ണമായിട്ടും മറന്നുപോയി അല്ലെ. ലോകത്തെ മുഴുവൻ കീഴടക്കാൻ കഴിവുള്ള ചക്രവർത്തിയായിട്ട് മാറി അല്ലെ. ദേവന്മാര് പോലും പല സമയങ്ങളിലും യുദ്ധം നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ദശരഥ രാജാവിനെ വിളിക്കും. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. എന്താണ്? സന്തോഷത്തിൽ വാഗ്ദാനം ചെയ്യാൻ പാടില്ല, രണ്ട് ദുഃഖത്തിൽ തീരുമാനം പാടില്ല.
അദ്ദേഹം 2 പേർക്ക് ദശരഥ ചക്രവർത്തി വാക്ക് കൊടുത്തു. ആർക്കൊക്കെയാ? കൈകേയിക്ക് കൊടുത്തു അല്ലെ. ഒരു യുദ്ധത്തിൽ ഭയങ്കരമായിട്ട് മുറിവേറ്റ് കിടന്നപ്പോ എന്ത് ചെയ്തു? കൈകേയിയെ വിളിച്ച് രഥം ദൂരെ കൊണ്ടുപോയിട്ട് നന്നായിട്ട് പരിരക്ഷിച്ചു, നന്നായിട്ട് ശുശ്രൂഷിച്ചപ്പോ ദശരഥ മഹാരാജാവിന് ഭയങ്കര ഇഷ്ടമായി കൈകേയിയെ. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഇഷ്ടപ്പെട്ട 2 വരം ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ കൈകേയി പറഞ്ഞു, എനിക്ക് അങ്ങനെ വരമൊന്നും വേണ്ട. അപ്പൊ ദശരഥ മഹാരാജാവ് എന്ത് പറഞ്ഞു? സന്തോഷത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? വാഗ്ദാനം പാടില്ല. ദശരഥ പറഞ്ഞു, അല്ല നീ ചോദിച്ചേ പറ്റും, ഇപ്പൊ ചോദിച്ചില്ലേ കുഴപ്പം, നീ പിന്നെ എപ്പോഴെങ്കിലും ചോദിച്ചോന്ന് പറഞ്ഞു അല്ലെ. ആ മനസ്സിന്റെ അവസ്ഥ അറിയാണ്ട് ആ വാക്ക് കൊടുത്തത് കൊണ്ട് എന്ത് ചെയ്തു? ആ ഒരു തീരുമാനം അദ്ദേഹത്തിന്റെ മരണത്തിന്, അന്ത്യത്തിന് കാരണമായി എന്നാ പറയുന്നത് അല്ലെ. അതുപോലെ പിന്നീട് ഒരു പ്രാവശ്യം ദശരഥ മഹാരാജാവിനെ സഹായിക്കാനായിട്ട്, യുദ്ധത്തിൽ സഹായിക്കാനായിട്ട് ജടായു വരാറുണ്ട് അല്ലെ. അങ്ങനെ ജടായു ഒരുപാട് യുദ്ധത്തിലൊക്കെ ഇങ്ങനെ സഹായിച്ചപ്പോ, പല ഘട്ടങ്ങളിലും സഹായിച്ചപ്പോ സന്തോഷവാനായിട്ട് ദശരഥൻ ജടായുവിനോട് ചോദിച്ചു, പ്രിയ മിത്രമേ, ഞാൻ നിനക്ക് എന്ത് വരമാണ് നൽകേണ്ടത്, നിനക്ക് എന്ത് സഹായമാ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അല്ലെ. അങ്ങനെ ചോദിച്ചപ്പോ ജടായു പറഞ്ഞു, എനിക്ക് പുത്രന്മാരില്ല അല്ലെ, എനിക്ക് പുത്രന്മാരില്ല, അതുകൊണ്ട് എന്റെ മരണസമയത്ത് കർമ്മം ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? നീ നിന്റെ പുത്രനെ എനിക്ക് തരണം എന്ന് പറഞ്ഞു അല്ലെ. അപ്പോ ദശരഥ മഹാരാജൻ എന്താ പറഞ്ഞത്? എനിക്ക് പുത്രൻ ഉണ്ടായി കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഞാനത് ചെയ്യും എന്ന് പറയണം അല്ലെ. അപ്പൊ ഇവിടെ കൈകേയിക്ക് കൊടുത്ത വാക്ക് അദ്ദേഹത്തിന്റെ അന്ത്യത്തിന് കാരണമായി. എന്നാൽ ജടായുവിനെ കൊടുത്ത വാക്ക് എന്താണ്? അദ്ദേഹത്തിന്റെ കീർത്തിക്കും കാരണമായി എന്ന് പറയും അല്ലെ. ശ്രീരാമലക്ഷ്മണ ഹനുമാനക്ക് ജയ്. അപ്പൊ ഇവിടെ ഉത്തരകാണ്ഡം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പട്ടാഭിഷേകത്തിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത് എന്താണ്? ഉത്തരകാണ്ഡത്തിലാണ് പറയുന്നത്. അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞു നാരദാഗമനം അല്ലെ. ബാലകാണ്ഡത്തിൽ ആദ്യം നമ്മൾ നാരദാഗമനം വരും, അതിനുശേഷം ബ്രഹ്മാഗമനം വരും. അപ്പോ ഇതൊക്കെ നമ്മൾ നാളെ ബാലകാണ്ഡത്തിലേക്ക്. അതിനു മുമ്പ് രാമായണത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ചിട്ട് നമ്മൾ പറയും അല്ലെ. നാരദ മഹർഷിയും പരിവാരങ്ങളും എല്ലാം കൂടി ഇങ്ങനെ വരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? നമുക്കൊരു 5 മിനിറ്റ്. അപ്പോ എല്ലാവരും കൂടി ഇങ്ങനെ വരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? രത്നാകരൻ എന്ന് പറയുന്ന കാട്ടാളനെ കാണുന്നത്. രത്നാകരൻ എന്ന് പറയുന്ന കാട്ടാളനെ കണ്ടിട്ട് കൊള്ളയൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ അവർ വിളിച്ച് ചോദിക്കും, അത് നിനക്ക് വേറെ എന്തെങ്കിലും പണിക്ക് പോയിട്ടുണ്ട്, നീ എന്തിനായി ഇങ്ങനെയുള്ള ദുഷ്ടപ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്, ഇതിൽ നിന്നൊക്കെ നീ മോചിതനാകണം എന്ന് പറഞ്ഞപ്പോ അതൊന്നും വകവയ്ക്കുന്നില്ല. അപ്പോ രത്നാകരനോട് നാരദ മഹർഷി പറഞ്ഞു, നീ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു തരുന്നത് പോലെ നീ ചൊല്ലണം എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞു കൊടുത്തേ? എന്ത് ചൊല്ലാനാ പറഞ്ഞു കൊടുത്തേ? ഉറക്കെ മര എന്ന് പറയാൻ പറഞ്ഞു അല്ലെ. മര എന്നാ പറയാൻ പറഞ്ഞു. നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ട് രാമ എന്ന് പറഞ്ഞപ്പോ രത്നാകരന് നാക്ക് വഴങ്ങാത്തത് കൊണ്ട് മര എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയല്ല, മര എന്ന് പറയണം. തുടർച്ചയായിട്ട് നീ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം എന്നാ പറഞ്ഞത്. അങ്ങനെ എന്ത് ചെയ്തു? മര 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 ഇങ്ങനെ ചൊല്ലി അത് രാമനാമമായിട്ട് മാറി. കാരണം ശ്രീരാമചന്ദ്ര ഭഗവാന്റെ നാമം ജപിക്കുന്നതിന് പോലും എന്ത് വേണം? ഒരു ക്വാളിറ്റി വേണം എന്നാ പറയുന്നത്. അങ്ങനെ ഗുണമുള്ളവർക്കേ നാമം ജപിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ കാട്ടാളൻ ചെയ്തിട്ടുള്ള കർമ്മങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്തു? വളരെയധികം ദുഷിച്ച കർമ്മങ്ങളായിരുന്നു. ഇതുവരെ ചെയ്ത പാപകർമ്മങ്ങളെല്ലാം കൊണ്ട് രാമനാമം ജപിക്കാനായിട്ടുള്ള യോഗ്യത പോലും ആർക്കുണ്ടായില്ല? ഈ രത്നാകരന് ഉണ്ടായില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? നീ അതിനെ തലതിരിച്ച് പറയാൻ പറഞ്ഞു. മര 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 എന്ന് പറഞ്ഞത് രാമനാമമായിട്ട് മാറിയെന്നവർ. ഹരേ കൃഷ്ണക്കാർ ഇവിടെ വന്നിട്ട് നാമം ജപിക്കാൻ പറയുമ്പോ എല്ലാവരും പറയും ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പക്ഷെ നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളത് എങ്ങനെയാ? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യം കൃഷ്ണന്റെ നാമം ചൊല്ലുന്നതെന്ന്? ആദ്യം കൃഷ്ണനെ ചൊല്ലിയിട്ട് പിന്നെ രാമനിലേക്ക് വന്നു കഴിഞ്ഞാൽ രാമന് പ്രശ്നമില്ല അല്ലേ. അപ്പൊ ആദ്യം നമ്മൾ കൃഷ്ണനാമം ചൊല്ലിയിട്ട് പിന്നെ നമ്മൾ രാമനാമം ചൊല്ലും. രാമനാമം ചൊല്ലുന്നതിനും രാമപൂജകൾക്കും ഒക്കെ അതിൻ്റെതായിട്ടുള്ള രീതികളും സാധനാക്രിയകളും ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യം കൃഷ്ണനാമം നമ്മൾ ചൊല്ലുന്നത്. അങ്ങനെ രത്നാകരൻ എന്തായിട്ട് മാറി? രാമനാമം ജപിച്ചുകൊണ്ട് ഒരു വലിയ സന്യാസി, വര്യനായിട്ട് അല്ലെ, രാമായണത്തിന്റെ കർത്താവായിട്ട് മഹാപുരുഷനായിട്ട് മാറി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യും? നമ്മളിവിടെ എന്ത് ചെയ്യാണ്? ഈ മഹാത്മ്യ പ്രഭാഷണം ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇനി നമ്മള്
ഭഗവാൻ നമുക്ക് ആരതി അർപ്പിക്കാം. അപ്പോ നമ്മുടെ പ്രോഗ്രാമിന്റെ ചിട്ടവട്ടം എന്ന് പറയുന്നത് എല്ലാ ദിവസവും രാവിലെ കീർത്തനത്തോട് കൂടിയിട്ട് വിഷ്ണു സഹസ്രനാമത്തോട് കൂടിയിട്ട് നമ്മൾ ആരംഭിക്കും. അതിനുശേഷം നാളെ ബാലകാന്ഡം എല്ലാം നമുക്ക് വായിച്ചു തീരാനായിട്ടുള്ള സമയമില്ലാത്തത് കൊണ്ട് അതിന്റെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളൊക്കെ തന്നെ നമ്മൾ വായിച്ച് അതിനുശേഷം അതിന്റെ പ്രവർത്തനം, ഇതിനിടയിൽ നമ്മുടെ കീർത്തനങ്ങളെല്ലാം തന്നെ ഉണ്ടാവും. അതോടൊപ്പം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഭഗവാന്റെ നിവേദ്യം ഇവിടെ സമർപ്പിക്കും. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളിലൂടെ നിങ്ങളെ